ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നൊരു സേമിയ പായസം തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് വറുത്തെടുക്കുക. അതിലേക്ക് തന്നെ കുറച്ച് സേമിയ ചേർത്ത് കൊടുത്ത് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ സേമിയ ഒക്കെ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. സേമിയ ഇട്ടതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും കൂടി ചേർത്ത് സേമിയ ഒന്ന് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇപ്പോൾ പാലൊക്കെ തിളച്ച് സേമിയ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സേമിയ പായസം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഈ നെയ്യ് പായസത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.